ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ലേണിംഗിന്റെ പുതിയൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ AMVയുടെ ഷുവർ ഷോർട്ടിന്റെ ഒരു സീരീസ് റൺ ചെയ്യുന്നുണ്ട്. ആ സീരീസിലെ ഓട്ടോമൊബൈൽ സെക്ഷനിലെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ ഇന്ന് കടക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫസ്റ്റ് പാർട്ടി നമ്മൾ നോക്കിയത് IC എഞ്ചിൻസിന്റെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയത്. പക്ഷെ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തന്നെ അല്ലെങ്കിൽ ഓട്ടോമൊബൈലിലെ ഫ്യൂൽ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് ടൈം കളയുന്നില്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ: The diaphragm of an AC mechanical fuel pump is operated directly by. Okay, the diaphragm of an AC mechanical fuel pump is operated directly by. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. Manifold in the vacuum, an eccentric cam on the engine camshaft, an electric solenoid, crankshaft, timing gears. Okay, 4 ഓപ്ഷൻസ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഒരു മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ ഡയഫ്രം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്യൂൽ പമ്പ് എന്താണ്, ഫ്യൂൽ പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, ഇലക്ട്രിക്കൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബേസിക് ട്രഡീഷണൽ ആയിട്ടുള്ള വണ്ടികളിൽ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വേറെ ടൈപ്പ് ഫ്യൂൽ പമ്പുകൾ ഉണ്ടെങ്കിലും മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ഫോമാണ്. ഓക്കെ, ആ ട്രഡീഷണൽ ഫോമിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്, അതായത് ഒരു ഡയഫ്രം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂൽ പമ്പുകൾ വർക്ക് ചെയ്യുന്നത്. ഡയഫ്രം എന്താ ഡയഫ്രം? ഓക്കെ, ഡയഫ്രം എന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മളൊരു എലാസ്റ്റിക് പ്രോപ്പർട്ടിയുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വാക്വം ക്രിയേറ്റ് ചെയ്ത് എനർജീനെ സക്ക് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ഡയഫ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പ്രോപ്പർട്ടിയിലൂടെ വർക്ക് ചെയ്യുന്ന മെഷീൻസ്, അതാണ് നമ്മുടെ ഡയഫ്രം വർക്കിംഗ് മെഷീൻസ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്ന ഡയഫ്രം ഏത് എനർജി യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മാനിഫോൾഡിന്റെ വാക്വം. 2, ആൻ എക്സെൻട്രിക് ക്യാം ഓൺ ദ എഞ്ചിൻ ക്യാം ഷാഫ്റ്റ്, ആൻഡ് ഇലക്ട്രിക് സോളിനോയിഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ടൈമിംഗ് ഗിയേഴ്സ്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഏത് എനർജിയാണ് അല്ലെങ്കിൽ ഏത് മീഡിയം യൂസ് ചെയ്തിട്ടാണ് ഫ്യൂൽ പമ്പിന്റെ ഡയഫ്രം വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ നോർമലി ട്രഡീഷണൽ ആയിട്ട് വരുന്ന വണ്ടികളിലെല്ലാം നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ആണ് മേജർ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മേജർ എനർജി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഒട്ടുമിക്ക എല്ലാ, അതായത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് എനർജി നമ്മൾ ഫ്ലൈവീൽ സ്റ്റോർ ചെയ്യും. ആ 2 ഏരിയയിൽ നിന്നായിരിക്കും മിക്ക ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എനർജീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള എനർജി എവിടെ നിന്നുള്ളതാ, ക്യാം ഷാഫ്റ്റിൽ നിന്നുള്ള എനർജിയാണ്. കാരണം എന്താണ്, ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് എനർജി എടുത്തിട്ടാണ് ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ക്യാം ഷാഫ്റ്റിൽ ഒരു എക്സ്ട്രാ ക്യാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തുകൂടാ, ഈ ഡയഫ്രം പുഷ് ചെയ്തൂടെ അല്ലെങ്കിൽ പുൾ ചെയ്തൂടെ? ചെയ്യാമല്ലോ. അതെല്ലാം നമുക്ക് ഏറ്റവും സൗകര്യം. ഓൾറെഡി നമ്മുടെ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്യാം ഷാഫ്റ്റ് നമ്മുടെ വാൽവുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നത് ഓരോ ക്യാം വെച്ചിട്ടാണ് നമുക്കറിയാം. അപ്പൊ അത് കൂടാണ്ട് അതിനകത്ത് ഒരു എക്സെൻട്രിക് ക്യാം കൂടെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡയഫ്രം, അതായത് ഫ്യൂൽ പമ്പിന്റെ ഡയഫ്രം കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം റോക്കറാമ്, ക്യാമ് ഇതെല്ലാം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു എക്സെൻട്രിക് ക്യാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഡയഫ്രത്തിനെ പുള്ള് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ എക്സെൻട്രിക് ക്യാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്യുവർ അല്ലെങ്കിൽ പ്രോപ്പർ സർക്കിൾ അല്ലാത്തത് വരുന്ന ക്യാമുകൾക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്, എക്സെൻട്രിക് ക്യാം എന്നുള്ളത്. അതായത് ടൈമിങ് കൺട്രോൾ ചെയ്യാം. എപ്പോഴും നമുക്ക് ഡയഫ്രം വലിക്കണ്ടല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സെൻട്രിക് ക്യാം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു റോക്കർ ആമും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡയഫ്രത്തിനെ പുള്ള് ചെയ്യാൻ പറ്റും. പുള്ള് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്തുണ്ടാവും, നമ്മുടെ ഫ്യൂലിനെ ഒന്ന് സക്ക് ചെയ്യും. എന്നിട്ട് വീണ്ടും അത് പുഷ് ചെയ്യുമ്പോൾ എന്താവും, അതിനെ പുറത്തേക്ക് തള്ളും. അപ്പൊ ഓട്ടോമാറ്റിക് എന്താ നടക്കും, അവിടെ ഒരു പമ്പിങ് പ്രോസസ്സ് നടക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ആപ്റ്റും ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താണ്, ഒരു എക്സെൻട്രിക് ക്യാം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഓപ്ഷൻ ബി നോക്കിയേ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് an eccentric cam on the engine camshaft. ക്യാം ഷാഫ്റ്റിലുള്ള ഒരു എക്സെൻട്രിക് ക്യാം, അത് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു റോക്കറാം. ആ റോക്കറാമിന്റെ ഒരു എൻഡ് എന്തിലുണ്ടാവും, ഡയഫ്രത്തിലുണ്ടാവും. ആ ഡയഫ്രം മൂവ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ റോക്കറാം മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും,
നമ്മൾ ഡയഫ്രത്തിനെ പുഷ് ചെയ്തും പുള്ളി ചെയ്തും എന്തുണ്ടാവും അവിടെ സക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂവൽ പമ്പ് വർക്കാവും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിലെ ഡയഫ്രം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി, an eccentric cam on the engine cam shaft. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ സ്റ്റോഷിയോമെട്രിക് അല്ലെങ്കിൽ കെമിക്കലി കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ ബൈ വെയിറ്റ് ഫോർ പെട്രോൾ? ഓക്കെ, സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എയർ ഫ്യൂൽ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. നോർമൽ എയർ ഫ്യൂൽ റേഷ്യോ അല്ല ചോദിച്ചേക്കുന്നത്, സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. പെട്രോളിന്റെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 10:1 റേഷ്യോ വന്നിട്ടുണ്ട്, 12:1 റേഷ്യോ വന്നിട്ടുണ്ട്, 14.7:1 റേഷ്യോ വന്നിട്ടുണ്ട്, 16.5:1 റേഷ്യോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള എയർ ഫ്യൂൽ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഈ എയർ ഫ്യൂൽ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോർമലി പെട്രോൾ എഞ്ചിനിലാണ് എയർ ഫ്യൂൽ റേഷ്യോ വരുന്നത് അല്ലേ? നമുക്കറിയാം കാർബറേറ്ററിലേക്ക് പോകുന്ന എയറും ഫ്യൂവലും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കവിടെ കമ്പഷൻ ഇൻലെറ്റ് വാൽവിലൂടെ പോകുന്നത് എയർ ഫ്യൂവലിന്റെ മിക്സ്ചർ ആണ് അല്ലേ? ആ മിക്സ്ചറിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഏത് കണ്ടീഷനില്? സ്റ്റോഷിയോമെട്രിക് കണ്ടീഷനിൽ. എന്താ സ്റ്റോഷിയോമെട്രിക് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതായത് നമ്മുടെ ഒരു കമ്പഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഒരു ബേണിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ഗ്യാസ് ഫുള്ളി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കമ്പസ്റ്റ് ആയി പോകുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് എന്ത്? സ്റ്റോഷിയോമെട്രിക്. അതായത് ഒരു ഗ്യാസ് ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഫുള്ളി കമ്പസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റോഷിയോമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ കമ്പഷൻ നടക്കുന്ന സമയത്തോ ഇല്ല വേറെ ഏതെങ്കിലും പ്രോസസ്സ് നടക്കുന്ന സമയത്തോ ഗ്യാസുകൾ കത്താത്ത കണ്ടീഷൻസ് വരാം ഇല്ലേ? ഇല്ലെങ്കിൽ കൂടുതൽ ഗ്യാസ് വേണ്ട ഒരാവശ്യം വരാം. അപ്പൊ ചില കേസുകളിൽ കറക്റ്റ് പ്രോപ്പർട്ടി എന്ത് വരുന്നുണ്ട്? ഗ്യാസ് ഫുള്ളി നമ്മൾ കൊടുത്ത അത്രയും ഗ്യാസ് ആപ്റ്റ് ആയിട്ട് കത്തിപ്പോയ കേസുകൾ വരും ഇല്ലേ? അങ്ങനെ വരുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് എന്ത്? സ്റ്റോഷിയോമെട്രിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷനിൽ വരുന്ന എയർ ഫ്യൂവൽ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇതില് നമ്മൾ എപ്പോഴും, അതായത് ഫ്യൂവലും എയറും മിക്സ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും കൂടുതൽ വരുന്ന കണ്ടീഷൻ എയർ ആയിരിക്കും. ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കും എപ്പോഴും കുറവ് വരുന്നത്. ഓക്കെ, അതിൽ തന്നെ സ്റ്റോഷിയോമെട്രിക് കണ്ടീഷൻ എന്ന് പറയുമ്പം 1 ലിറ്റർ ഫ്യൂവല്, 1 ലിറ്റർ പെട്രോൾ, നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ പെട്രോൾ ആണല്ലോ, 1 ലിറ്റർ പെട്രോള് കത്തണ ടൈമിൽ എത്ര എയർ ഉണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതാണല്ലോ എയർ ഫ്യൂവൽ റേഷ്യോ. 1 ലിറ്റർ ഫ്യൂവലില് 14.7 kg എയറും കൂടെ ചേരുമ്പോഴാണ് സ്റ്റോഷിയോമെട്രിക് കണ്ടീഷൻ നമുക്ക് ഉണ്ടാവുന്നത്. അതായത് 14.7 kg എയറും 1 ലിറ്റർ ഫ്യൂവലും കൂടെ കമ്പഷൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ടോട്ടലി കമ്പഷൻ ഇല്ലെങ്കിൽ ഫുള്ളി കമ്പഷൻ എന്നൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് കണ്ടീഷൻ എന്നൊരു ക്രൈറ്റീരിയ വരുന്നത്. ഈ വാല്യൂവിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നത്, അതായത് 14.7 എന്നുള്ളത് ഇപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ 10.1 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയറിന്റെ അളവ് കുറവാണ് ഇവിടെ. 10 എന്ന് പറയുമ്പോൾ 14 ബേസ് ചെയ്തിട്ട് കുറവാണ്. അപ്പൊ ആ കേസിൽ എന്ത് ചെയ്യും? ഫ്യൂവൽ മൊത്തത്തിൽ ചിലപ്പോൾ കമ്പസ്റ്റ് ആയി പോകുന്നില്ല, അതായത് സ്റ്റോഷിയോമെട്രിക് പ്രോപ്പർട്ടിയിലേക്ക് വരത്തില്ല. ഇപ്പൊ സ്റ്റോഷിയോമെട്രിക് പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 14.7 kg ഓഫ് എയർ വേണം. എവിടെ? 1 ലിറ്റർ ഓഫ് ഫ്യൂവലിന്റെ കേസിൽ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത് 14.7:1 ആണ്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. എന്താണ്? 14.7:1 ആണ് നമ്മുടെ എയർ ഫ്യൂൽ റേഷ്യോ. അതായത് എടുത്തു പറയുന്നു, സ്റ്റോഷിയോമെട്രിക് കണ്ടീഷൻ വരുന്ന കേസിലാണ് നമുക്കിത് ആപ്റ്റായി വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 14.7:1. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ട് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. വാട്ട് എയർ ഫ്യൂവൽ മിക്സ്ചർ റേഷ്യോ ഈസ് റിക്വയർഡ് ഡ്യൂറിങ് കോൾഡ് സ്റ്റാർട്ടിംഗ് ഓഫ് എ പെട്രോൾ എഞ്ചിൻ? ഓക്കെ, അതായത് കോൾഡ് സ്റ്റാർട്ട് നടക്കുന്ന സമയത്ത് എയർ ഫ്യൂവൽ മിക്സ്ചറിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ,
അപ്പം നമുക്ക് ഇതേപോലെ അതെ വീണ്ടും 4 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്? 9:1 to 11:1. ഓപ്ഷൻ ബി 14.7:1. അത് നമ്മുടെ സ്റ്റോഷിയോമെട്രിക് കണ്ടീഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ 16:1 to 18:1. ഓപ്ഷൻ ഡി 20:1. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ബ്രാക്കറ്റിൽ വേറെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിച്ച്, സ്റ്റോഷിയോമെട്രിക്, ലീൻ എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ റിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഓപ്ഷൻ ഞാൻ പറയാം. റിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഫ്യൂവൽ റിച്ച് ആണ്. അതായത് ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി എയറിനെ ബേസ് ചെയ്തിട്ട് നോർമൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കൂടുതലുണ്ട്. രണ്ടാമത്തെ സ്റ്റോഷിയോമെട്രിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ബേണിംഗ് നടക്കുന്ന കണ്ടീഷനാണ്. നാലാമത്തെ എന്താണ്? ലീൻ കണ്ടീഷൻസ് ആണ് തന്നേക്കുന്നത്. വെരി ലീനും ലീൻ കണ്ടീഷനും തന്നേക്കുന്നത്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ എന്തോ ചോദിച്ചിരിക്കുന്നത്, കോൾഡ് സ്റ്റാർട്ടിങ് സമയത്ത് പെട്രോൾ എഞ്ചിനിൽ വേണ്ട എയർ ഫ്യൂൽ മിക്സ്ചർ റേഷ്യോ ആണ് ചോദിച്ചിരുന്നത്. കോൾഡ് സ്റ്റാർട്ട് ഓൾറെഡി എഞ്ചിൻ കോൾഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന ടൈമിൽ, ഓക്കെ, കോൾഡ് കണ്ടീഷൻ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ മെയിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി എന്ന് എന്ത് ഉദ്ദേശിക്കുന്നത്, ഇതൊരു വേപ്പർ ഫോമിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, അവിടെ നമുക്ക് ഒരു പ്ലഗിൽ നിന്ന് സ്പാർക്ക് വരുമ്പോൾ അത് കത്തുള്ളൂ. അത് വല്ല ഡ്രോപ്ലെറ്റോ വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, അവിടെ ബേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കത്തില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് വേപ്പറൈസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നമുക്ക് അവിടെ ഒരു ബേണിംഗ് പ്രോപ്പർട്ടി നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ആ ബേണിംഗ് പ്രോപ്പർട്ടി നടക്കുമ്പോൾ എന്ത് വേണം, അവിടെ ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി റിച്ച് ആയിരിക്കണം എയറിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതായത് റിച്ച് ഇൻ ഫ്യൂവൽ കണ്ടീഷൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരുവുള്ളൂ, പ്രോപ്പറായിട്ട് അവിടെ ഒരു ബേണിംഗ് നടക്കത്തുള്ളൂ. പ്രോപ്പർ ബേണിംഗ് നടന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ, സ്റ്റാർട്ടിങ് മാത്രമല്ല റണ്ണിങ്ങും നടക്കുകയുള്ളൂ. അപ്പൊ നമുക്കിവിടെ വേണ്ട കണ്ടീഷൻ റിച്ച് ആണ്. റിച്ച് കണ്ടീഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ 9:1 to 11:1. ഈ റേഞ്ച് വരുമ്പോഴാണ് നമുക്ക് കോൾഡ് കണ്ടീഷനിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പെട്രോൾ എഞ്ചിൻസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നത്. സ്റ്റോഷിയോമെട്രിക് കണ്ടീഷനിൽ നമുക്ക് ഫുള്ള് എയർ ഫ്യൂവൽ റേഷ്യോ നമുക്ക് ഫുള്ള് കത്തി കിട്ടുമെങ്കിലും ഒരു കോൾഡ് കണ്ടീഷൻ വരുമ്പോൾ, ഒരു കോൾഡ് സ്റ്റാർട്ടിങ് വരുന്ന ടൈമിൽ എന്ത് സംഭവിക്കില്ല, വണ്ടി സ്റ്റാർട്ട് ആവാനുള്ള പോസിബിലിറ്റി കുറവാണ്. അതേപോലെ എയറിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലും എന്ത് സംഭവിക്കില്ല, സ്റ്റാർട്ടിങ് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഫ്യൂവൽ റിച്ച് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോൾഡ് സ്റ്റാർട്ടിങ് പോസിബിൾ ആയിട്ട് വരത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 9:1 to 11:1, റിച്ച് ഇൻ ഫ്യൂവൽ കണ്ടീഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ. ഇനി ഓപ്ഷൻ 4 നോക്കിയാലോ, മീൻസ് ക്വസ്റ്റ്യൻ 4 നോക്കാം. വേർ ഈസ് ദ ചോക്ക് വാൽ ലൊക്കേറ്റഡ് ഇൻ എ സിമ്പിൾ കാർബറേറ്റർ? ഒരു സിമ്പിൾ കാർബറേറ്ററിലെ ചോക്ക് വാൽവ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ബിലോ ദ ത്രോട്ടിൽ വാൽവ്, അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ എയർ ഹോൺ, ബിഫോർ ദ വെഞ്ചുറി. 3, ഇൻസൈഡ് ദ ഫ്ലോട്ട് ചേംബർ. 4, അറ്റ് ദ ഡിസ്ചാർജ് നോസിൽ ടിപ്പ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെ ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ബിലോ ദ ത്രോട്ടിൽ വാൽവ്, അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ എയർ ഹോൺ, ബിഫോർ ദ വെഞ്ചുറി. 3, ഇൻസൈഡ് ദ ഫ്ലോട്ട് ചേംബർ. 4, അറ്റ് ദ ഡിസ്ചാർജ് നോസിൽ ടിപ്പ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം ചോക്ക് വാൽവ് എന്താണ്, ചോക്ക് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. എന്തിനാ ചോക്ക്, എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടികളിൽ, എന്തിനാ യൂസ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഒരു വണ്ടിയിൽ എപ്പോഴാണ് നമ്മൾ ചോക്ക് വലിക്കുന്നത്, അല്ലെങ്കിൽ വാൽവ് ഓപ്പൺ ആക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുകയോ എന്തെങ്കിലും മിസ്സിങ് കാണിക്കുമ്പോഴല്ലേ നമ്മൾ വാൽവ് ഓപ്പൺ ആക്കുന്നത്. ആ ചോക്ക് നമ്മൾ വലിക്കുന്നതിന്റെ സ്വിച്ച് വലിക്കുന്നത്, ലിവർ വലിക്കുന്നത്. ഓക്കെ, ആ വലിക്കുന്ന സമയത്ത് എന്തോ സംഭവിക്കുന്നത് ശരിക്കും, നമ്മൾ ഇൻടേക്കിലേക്ക്, അതായത് കാർബറേറ്ററിന്റെ ഉള്ളിലേക്കുള്ള എയറിന്റെ ഫ്ലോ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എയറിന്റെ ഫ്ലോ എന്ത് ചെയ്യും, കാർബറേറ്ററിനുള്ളിലേക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ വാൽവ് ഓപ്പൺ. അപ്പം ചോക്ക് വാൽവ് എന്ന സാധനം എവിടെ ആയിരിക്കണം, നമ്മുടെ എയർ ഫ്യൂല് മിക്സ് ചെയ്യുന്നതിന് മുമ്പ്, കാർബറേറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ വാൽവ് ഓപ്പൺ ആക്കിയിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ വെഞ്ചുറിയിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ എയറിന്റെ ചോക്ക് വാൽവ് തുറന്നിരിക്കണം. വെഞ്ചുറി എന്താ, കാർബറേറ്ററിലെ വെഞ്ചുറി എന്താ, അതിന്റെ ഉള്ളിൽ വരുന്ന ഇടയ്ക്കത്തെ ചെറിയ ഏരിയ, വെഞ്ചുറി മീറ്റർ പോലത്തെ, നമ്മൾ വെഞ്ചുറി മീറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, അതേപോലത്തെ ഒരു ചെറിയ ഒരു കോൺസെൻട്രേറ്റഡ് ഏരിയ ലിമിറ്റ് ചെയ്ത ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ വെച്ചിട്ടാണ് ഇതിന്റെ വേരിയേഷൻസ് സംഭവിക്കുന്നത്. ഓക്കെ, എയർ ഫ്യൂവലിന്റെ വേരിയേഷൻസ് എല്ലാം സംഭവിക്കുന്നത് ഈ വെഞ്ചുറി എന്ന് പറയുന്ന ഏരിയ വെച്ചിട്ടാണ്. ആ വെഞ്ചുറിയുടെ തൊട്ട് മുമ്പുള്ള, അതായത് പുറത്തുനിന്ന് ഫിൽറ്ററിൽ നിന്ന് വരുന്ന എയർ വരുന്ന ആ ഏരിയക്ക് പറയുന്ന പേരാണ് ഹോൺ, എയർ ഹോൺ. എയർ ഹോണിൽ നിന്ന് വരുന്ന ഏരിയ ആണെന്ത്, വെഞ്ചുറി.
ഓക്കെ, വെഞ്ചുറിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മിക്സ് ആയിട്ട് നമ്മുടെ കാർബറേറ്ററിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സക്ഷൻ വാൽവുകൾക്ക് പോകുന്നു, ഇൻലെറ്റ് വാൽവുകൾക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ ചോക്ക് വാൽവ് എവിടെ പ്ലേസ് ചെയ്യണം നമ്മള്? എയർ വാൽവ്, അതായത് നമ്മുടെ വെഞ്ചുറിയുടെ തൊട്ട് മുന്നേ പ്ലേസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് പ്രോപ്പർ ലീഡ് അതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻസ്: ഫസ്റ്റ് ബിലോ ദ ത്രോട്ടിൽ വാൽവ്, ത്രോട്ടിൽ വാൽവിന് താഴെ, നമുക്ക് അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷനും ഇല്ല ആ വാൽവ് അവിടെ കൊണ്ട് വെച്ചിട്ട്. ഓക്കെ, രണ്ടാമത്തത് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ എയർ ഹോൺ ബിഫോർ ദ വെഞ്ചുറി. ഓക്കെ, മൂന്നാമത്തത് ഇൻസൈഡ് ദ ഫ്ലോട്ട് ചേംബർ, ഫ്ലോട്ട് ചേംബറിന്റെ ഉള്ളിൽ. ഫ്ലോട്ട് ചേംബർ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫ്യൂവലിനെ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ഥലമാണെന്ത്, ഫ്ലോട്ട് ചേംബർ. മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അല്ലെ. അറ്റ് ദ ഡിസ്ചാർജ് നോസിൽ ടിപ്പ്, ഡിസ്ചാർജ് നോസിൽ ടിപ്പിന് അവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ നോർമലി എന്തിനാ യൂസ് ചെയ്യുന്നത്? കൂടുതൽ എയർ കയറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചോക്ക് വാൽവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അവസാനം കൊണ്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? ഡിസ്ചാർജ് നോസിൽ ടിപ്പ് കൊണ്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെവിടെ വെക്കേണ്ടത്? എൻട്രൻസിലാണ് വെക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാന്ന് നോക്കിയേ, ഓപ്ഷൻ ബി. ബിയിൽ എന്താ നോക്കുന്നത്? അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ എയർ ഹോൺ ബിഫോർ ദ വെഞ്ചുറി. ഇതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ എയർ ഹോൺ ബിഫോർ ദ വെഞ്ചുറി. ഓക്കെ, അപ്പൊ ചോക്ക് വാൽവിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എയർ ഹോൺ, അതായത് വെഞ്ചുറിന്റെ തൊട്ട് മുമ്പ് എയർ ഹോണിന്റെ അവിടെയായിട്ടാണ് നമ്മുടെ ചോക്ക് വാൽവ് വെക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഓരോന്ന് വായിച്ചു നോക്കി നിങ്ങൾ സോർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങളുടെ ഫൈനൽ ആൻസറിലേക്ക് പോകാൻ. അടുത്ത ഓപ്ഷൻ നോക്കാം, മീൻസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഫ്യൂവൽ ലെവൽ ഇൻ എ കാർബറേറ്റർ ഫ്ലോട്ട് ചേംബർ ഈസ് സെറ്റ് ടു ഹൈ, ഇറ്റ് റിസൾട്ട്സ് ഇൻ. ഓക്കെ, നമ്മുടെ കാർബറേറ്ററിന്റെ ഉള്ളിലുള്ള ഫ്ലോട്ട് ചേംബറിനകത്ത് ഫ്യൂവലിന്റെ ലെവല് കൂടുതലാക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഭവിഷ്യത്ത്, ഇല്ലേ അതിന്റെ റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ലീൻ എയർ ഫ്യൂവൽ മിക്സ്ചർ, ഫ്യൂവൽ ലീക്കേജ് ആൻഡ് ഓവർ റിച്ച് മിക്സ്ചർ, 3 എഞ്ചിൻ ഓവർ ഹീറ്റിംഗ്, 4 എയർ ലോക്ക് ഇൻ ദ മെയിൻ ജെറ്റ്. 4 ഓപ്ഷൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലോട്ട് ചേംബറിനകത്ത് നമുക്കറിയാം, നമ്മുടെ കാർബറേറ്ററിനകത്ത് താഴെ ഒരു ചേംബർ ഉണ്ട്. ആ ചേംബറിലാണ് നമ്മുടെ ഫ്യൂവലിനെ നമ്മൾ ലെവൽ ചെയ്ത് നിർത്തുന്നത്. അതിനകത്താണ് നമ്മുടെ ഫ്യൂവൽ ഉള്ളത്. ആ ഫ്യൂവലിനെയാണ് നമ്മൾ മുകളിലേക്ക് പമ്പ് ചെയ്തിട്ട് എയർ ഫ്യൂവലായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ എഞ്ചിനിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ അകത്തേക്ക് കാർബറേറ്ററിന് മിക്സ് ആയിട്ട് അത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് എടുക്കുന്ന ഫ്യൂവല് ഈ ചേംബറിലേക്കാണ് വരുന്നത്. ആ ചേംബറിനകത്ത് ഫ്യൂവലിന് ഒരു കണക്കുണ്ട്. ആ കണക്ക് ലിമിറ്റ് ആവാനും പാടില്ല. ലിമിറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടാങ്കിൽ നിന്ന് വരും. എക്സീഡ് ആയി കഴിഞ്ഞുള്ള പ്രശ്നമാണ് അവർ ചോദിച്ചേക്കുന്നത്. എക്സീഡ് ആയി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും, മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ലീക്കേജ് ഉണ്ടാവും. അതായത് അതിന്റെ ഉള്ളില് ഒരു വാക്വം ഉണ്ട്, വാക്വത്തിനുള്ളിൽ അത് കാരണം ഒരു പ്രഷർ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ നമുക്കൊരു നീഡിലുണ്ട്. അറിയാം, നമ്മൾ കാർബറേറ്റർ കണ്ടറിഞ്ഞ താഴെ നീഡിലുണ്ട്. ആ നീഡിലിനെ കണക്ട് ചെയ്ത് അകത്തൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു പൈപ്പ് പോലത്തെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ ഫ്യൂവല് അതിനകത്ത് നിറഞ്ഞനുസരിച്ച് ആ പൈപ്പിലേക്ക് കടക്കാനുള്ള ചാൻസസ് വരും. കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? പൈപ്പിലൂടെ ഇറങ്ങിയിട്ട് താഴത്ത് നോസിൽ അല്ലെങ്കിൽ നീഡിൽ വഴി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചേംബറിലെ മീൻസ് ചേംബറിനകത്ത് പെട്രോൾ ലിമിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതിനകത്ത് ചേംബറിൽ ഫ്യൂവൽ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? അവിടെ ഫ്യൂവലിന്റെ ലീക്കേജ് ഉണ്ടാവും. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ അങ്ങനെ അത് തന്നെ ആയിരിക്കും അതിന്റെ ഓപ്ഷൻ അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ റിസൾട്ട് ഏതെങ്കിലും ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയേ. ലീൻ എയർ ഉണ്ട്, അതേപോലെ ഫ്യൂവൽ ലീക്കേജ്. ഓക്കെ, ഫ്യൂവൽ ലീക്കേജ് ഓപ്ഷൻ ബി, ഫ്യൂവൽ ലീക്കേജ് കിടപ്പുണ്ട്. അപ്പൊ ഫ്യൂവൽ ലീക്കേജ് ആൻഡ് ഓവർലി റിച്ച് മിക്സ്ചർ, ഇതാണ് എന്ത് നമ്മുടെ ഓപ്ഷൻ ബി, ഫ്യൂവൽ ലീക്കേജ് ആൻഡ് ഓവർലി റിച്ച് മിക്സ്ചർ നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് വേരിയബിൾ വാൽവ് ടൈമിംഗ്, VVT? VVTയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, VVT എന്നുള്ള ടെക്നോളജി നമ്മള് പുതിയ ആൾക്കാരൊക്കെ റീസെന്റ് ആയിട്ടൊക്കെ ആയിരിക്കും കേട്ട് തുടങ്ങിയേക്കുന്നത്. കാരണം ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയിൽ വാൽവിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരുന്നു. പഴയ ട്രഡീഷണൽ മെത്തേഡ്സിലെല്ലാം എന്താണ്, വാൽവ് ടൈമിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതിന്റെ മോശം കാരണം ക്യാം ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്യാം ഷാഫ്റ്റിന്റെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ട് എന്തായിരിക്കും എപ്പോഴും വാൽവ് ടൈമിംഗ് മൂവ് ചെയ്യുള്ളൂ. ക്യാം ഷാഫ്റ്റ് ഏത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു ആ സ്പീഡിൽ എന്ത് ചെയ്യും നമ്മുടെ ടൈമിംഗ്
വാൽവുകൾ ഓപ്പൺ ആവും. അത് പഴയ ട്രഡീഷണൽ മെത്തേഡിൽ ഫിക്സഡ് ആയിരുന്നു. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഇച്ചിരി പവർ കൂടുതൽ വേണം. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും ടൈമിങ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കൂടുതൽ എയർ ഫ്യൂല് കടത്തി വിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എഫിഷ്യൻസി ആയിട്ട് അല്ലെങ്കിൽ ടോർക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പഴയ മോഡലിൽ പറ്റത്തില്ല. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്ന ടെക്നോളജിയാണ് എന്ത്, VVT ടെക്നോളജി, വേരിയബിൾ വാൽവ് ടൈം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാൽവിന്റെ ടൈമിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അതിലേക്ക് വരുന്ന വാൽവുകളിലേക്ക് വരുന്ന എയർ ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരുത്താം. അതേപോലെ അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സ്പാർക്കുകൾ കാര്യങ്ങളെല്ലാം മാറ്റണം. എന്നേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ആ വേരിയേഷൻസ് കൊണ്ടുവരുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്, അതാണ് നമ്മുടെ ഇതിനകത്ത് ഫൈനൽ ആൻസർ. ഏതാണ് ആൻസർ, ടു ഒപ്റ്റിമൈസ് വോളിമെട്രിക് എഫിഷ്യൻസി ആൻഡ് എൻജിൻ പെർഫോമൻസ് അക്രോസ് വേരിയിങ് സ്പീഡ് റേഞ്ച്. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് വോളിമെട്രിക് എഫിഷ്യൻസി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എഫക്റ്റീവ് ആയിട്ട്, അതായത് നമ്മുടെ എയർ ഫ്യൂവലിനെ മാക്സിമം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരാൻ പറ്റണം. അതാണ് നമ്മുടെ വോളിമെട്രിക് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതേപോലെ നമ്മുടെ എഞ്ചിന്റെ സ്പീഡ്, വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടണം, നല്ലൊരു പെർഫോമൻസ് ബൂസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം, നമുക്ക് വേരിയബിൾ വാൽവ് ടെക്നോളജി വേണം ഇല്ലേ. ഈ രണ്ടെണ്ണമാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇത് രണ്ടും തന്നെയാണ് എന്ത്, നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ടു ഒപ്റ്റിമൈസ് വോളിമെട്രിക് എഫിഷ്യൻസി ആൻഡ് എൻജിൻ പെർഫോമൻസ് അക്രോസ് വേരിയിങ് സ്പീഡ് റേഞ്ചസ്. ഓക്കെ, ഓപ്ഷൻ ബി ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിഡക്ഷൻ സെക്ഷൻ ഓഫ് എ 3-way catalytic converter converts harmful nitrogen oxides into NOx into. ഓക്കെ, 3-way ആയിട്ടുള്ള കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഹാംഫുൾ ആയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ്സിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് നമ്മളിപ്പോൾ പുതിയ വണ്ടികളിൽ കണ്ടുവരുന്ന ഒരു വസ്തുവാണ്. നമ്മൾ BS6 വണ്ടികളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് എമിഷൻ, പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസ് ആണ് എന്ത്, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് റിയാക്ഷൻസ് ബേസ് ചെയ്തിട്ട് ഹാംഫുൾ ആയിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് വരുന്ന ഗ്യാസസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടോക്സിസിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഫുള്ള് എലിമിനേറ്റ് ചെയ്ത നോർമൽ ഗ്യാസസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്ത്, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 3-way കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഇപ്പൊ ജനറലി നമ്മുടെ ബൈക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം 3-way കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ആണ്. അത് 3 സെക്ഷൻ ആയിട്ടായിരിക്കും അതിനകത്ത് കൺവേർട്ടേഴ്സ് ഇരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സെക്ഷനിൽ ഒരു എന്താ പറയുക, ഒരു മെറ്റൽ കാറ്റലിറ്റിക് ആയിരിക്കും, ഈ റിഡിയവും പ്ലാറ്റിനവും പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. ആ ലെവലിൽ നിന്ന് അടുത്ത ലെവൽ, അങ്ങനെ 3 ലെവലായിട്ട് വരുമ്പോൾ നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ്സിനെ ഏതിലേക്ക് കൺവേർട്ട്, നൈട്രജൻ ഓക്സൈഡ്സ് എന്താണെന്ന് അറിയാമല്ലോ, നമുക്ക് നമ്മുടെ കമ്പഷൻ കഴിയുമ്പോൾ നമുക്ക് കുറെ ഗ്യാസസ് ഉണ്ടാകുന്നുണ്ട്. ടോക്സിക് ആയിട്ട് വരുന്ന നൈട്രജൻ ഓക്സൈഡ്സിന്റെ പ്രോപ്പർട്ടി ഉള്ള ഗ്യാസസ് ആണ്. അപ്പൊ അതിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിനെ മെയിൻലി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എന്തൊക്കെയായിട്ടാണ്, ഇതിനകത്ത് നൈട്രജൻ ഗ്യാസും അതേപോലെ ഓക്സിജനുമായിട്ടാണ് എന്ത്, നമ്മൾ ടോക്സിക് ആയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ്സിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ കാർബൺ മോണോക്സൈഡ് അല്ല, സൾഫർ ഡയോക്സൈഡ് അല്ല, അൺബേൺ ഹൈഡ്രോ കാർബൺസ് അല്ല. നമ്മുടെ ആൻസർ എന്താണ്, നൈട്രജൻ ഗ്യാസ് ആൻഡ് ഓക്സിജൻ. ഇതാണ് എന്ത്, നമ്മുടെ ഫൈനൽ ആൻസർ. ശ്രദ്ധിച്ചാൽ മതി. ഈ നമ്മുടെ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ കുറെ ഒക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അതായത് കാറ്റലിറ്റിക് കൺവേർട്ടർ നമ്മൾ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും ഔട്ട്പുട്ട് വരുന്ന സാധനങ്ങൾ എന്തായിരിക്കണം, അറ്റ്മോസ്ഫിയറിന് ഫേവറബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ആണെങ്കിലും സൾഫർ ഡയോക്സൈഡ് ആണെങ്കിലും അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ആണെങ്കിലും എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിന് അത്ര ഫേവറബിൾ അല്ല. നമുക്ക് നൈട്രജൻ ഗ്യാസ് ഓക്സിജൻ എന്തായാലും ഫേവറബിൾ ആണ്. ആ രീതിയിൽ ചിന്തിച്ചാൽ എന്താണ്, നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പം ലോജിക്കും കൂടെ വെച്ചോണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു ആൻസറിലേക്ക് കടക്കാൻ. ഓക്കെ, നൈട്രജൻ ഓക്സൈഡ്സിന് എന്തായാലും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് N2O2 ഗ്യാസസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, എ ടർബോ ചാർജർ ടർബൈൻ വീൽ ഈസ് ഡ്രിവൺ ബൈ. ഓക്കെ, ഒരു ടർബോ ചാർജറിന്റെ ടർബൈൻ വീലിനെ എങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഡ്രിവൺ ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ടർബോ ചാർജർ, ഇപ്പൊ നമ്മൾ
ന്യൂ ജനറേഷൻകാരൊക്കെ സ്ഥിരം കേൾക്കുന്ന വേർഡാണ് ടർബോ ചാർജ്. രണ്ടെണ്ണം നമുക്ക് മെയിൻലി കേൾക്കാറുണ്ട്. നമ്മൾ ടർബോ ചാർജർ കേൾക്കാറുണ്ട്, അതേപോലെ കേൾക്കാറുണ്ട് സൂപ്പർ ചാർജറും കേൾക്കാറുണ്ട് അല്ലെ. ഇതില് ടർബോ ചാർജറിന്റെ ടർബൈൻ വീൽ എങ്ങനെ കറക്കുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. അറിയണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ടർബോ ചാർജർ എന്താ, സൂപ്പർ ചാർജർ എന്താ നമ്മൾ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം എന്താ സൂപ്പർ ചാർജർ? സൂപ്പർ ചാർജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻലി നമ്മൾ ഉദ്ദേശിച്ചതാണ് എന്തുവാ, നമ്മുടെ ഇൻടേക്കിലേക്ക് പോകുന്ന എയർ ഫ്യൂവലിനെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഒന്ന് ഹീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ബേൺ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനുള്ള പേരാണ് ചാർജിങ്. അതിൽ സൂപ്പർ ചാർജും ഉണ്ട്, ടർബോ ചാർജിങ് ഉണ്ട്. സൂപ്പർ ചാർജിങ് എന്നുള്ളത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു സോഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് സൂപ്പർ ചാർജിങ്. ടർബോ ചാർജർ എന്താ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ എക്സോസ്റ്റ് വാൽവിൽ നിന്ന് വരുന്ന എനർജി, അതായത് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ്, ആ ഗ്യാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻലെറ്റിലെ വാൽവിലേക്ക് വരുന്ന എയർ ഫ്യൂവലിനെ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് എന്ത്, ടർബോ ചാർജിങ് ഓപ്പറേഷൻ പറയുന്നത്. അപ്പൊ ടർബോ ചാർജിങ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്ന ഏത് എനർജിനെ ബേസ് ചെയ്തിട്ടാ, നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിന്റെ എനർജിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സോസ്റ്റ് ഗ്യാസിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അത് ഡ്രൈവ് ആവുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ എന്താ നോക്കേണ്ടത്, എക്സോസ്റ്റ് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി വയ സർപ്പറ്റൈൻ ബെൽറ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഹൈ പ്രഷർ എഞ്ചിൻ ഓയിൽ ഫ്ലോ. മൂന്നാമത്തെ ഓപ്ഷൻ എനർജി ഫ്രം എക്സ്പാൻഡിങ് എഞ്ചിൻ എക്സോസ്റ്റ് ഗ്യാസ്. നാലാമത്തെ ഓപ്ഷൻ ദ വെഹിക്കിൾ ബാറ്ററി ഇലക്ട്രിക് മോട്ടോർ. ഓക്കെ, ഈ ഇലക്ട്രിക് മോട്ടറിന്റെ ബാറ്ററി അല്ലെങ്കിൽ ഓയിൽ ഫ്ലോ ബാക്കിയെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി, ഇതൊന്നും എന്താണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് തരുന്ന ഒരു സാധനമല്ല. നമ്മുടെ ടർബോ ചാർജർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമുക്ക് കൂടുതൽ എഫക്റ്റീവ്നെസ് തരുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മൾ വെറുതെ പുറന്തള്ളുന്ന എനർജി എന്നായിരിക്കണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ വെറുതെ പുറന്തള്ളുന്ന എനർജി ഏതാണ്, നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ് ആണ്. അപ്പൊ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് എടുക്കുന്ന എനർജി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എനർജി ഫ്രം എക്സ്പാൻഡിങ് എഞ്ചിൻ എക്സോസ്റ്റ് ഗ്യാസസ്. എക്സോസ്റ്റ് ഗ്യാസിന്റെ ആ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് എന്ത്, ടർബോ ചാർജിന്റെ ടർബൈൻ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. What electrical component is used in diesel engines to preheat the combustion chamber for quick cold starting? അതായത് ഡീസൽ എഞ്ചിന്റെ കമ്പഷൻ ചേംബറിനെ ഏത് രീതിയിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്, അതായത് കോൾഡ് സ്റ്റാർട്ടിങ് സമയത്ത്, അതായത് വണ്ടി കോൾഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ആവാത്ത ഒരു കണ്ടീഷനിൽ ഏത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏത് കമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പ്രീഹീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് തന്നിട്ടുണ്ട്, ഗ്ലോ പ്ലഗ് തന്നിട്ടുണ്ട്, ഇഗ്നീഷൻ കോയിൽ തന്നിട്ടുണ്ട്, അതേപോലെ തെർമോസ്റ്റാറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് സ്പാർക്ക് പ്ലഗ് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ SI എഞ്ചിൻസിൽ സ്പാർക്ക് ഇഗ്നീഷൻ, അതായത് പെട്രോൾ എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഉറപ്പായിട്ട് എന്താ, സ്പാർക്ക് പ്ലഗ് ആയിരിക്കത്തില്ല. ഇഗ്നീഷൻ കോയിൽ എന്താണെന്ന് നമുക്കറിയാം, വണ്ടി ഇഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ എനർജീനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന സാധനമാണത് ഇഗ്നീഷൻ കോയിൽസ്. അത് ഏതിനെ ബേസ് ചെയ്തിട്ടാ, സ്റ്റാർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സ്പാർക്ക് പ്ലഗിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടറിന് എനർജി കൊടുക്കുന്ന സാധനമാണ് ഇഗ്നിഷൻ കോയിൽസ്. അതുമല്ല, തെർമോസ്റ്റാറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്, തെർമോസ്റ്റാറ്റ് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോസ്റ്റാറ്റ്. പിന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഗ്ലോ പ്ലഗ് ആണ്. ഓക്കെ, എന്താണ് ഗ്ലോ പ്ലഗ്? ഓക്കെ, ഗ്ലോ പ്ലഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു പെൻസിൽ ടൈപ്പ് സ്ട്രക്ചർ, അതായത് ഒരു കോട്ടിംഗ് ഉള്ള സ്പാർക്ക് പ്ലഗ് പോലെ ഇരിക്കുമെങ്കിലും സ്പാർക്ക് പ്ലഗ് അല്ല, പെൻസിൽ പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പ്, അതിനുള്ളിൽ ഒരു റോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ എനർജി കൊടുക്കുന്ന ടൈമിൽ നോർമലി സ്പാർക്ക് പ്ലഗ് എന്തെല്ലാം സംഭവിക്കുന്നത്, അറ്റത്ത് സ്പാർക്ക് വരും. ഇതല്ല, എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള പെൻസിൽ, നമ്മുടെ പെൻസിലിലെ ലെഡില്ലേ, ലെഡ് പോലെ ഇതിനകത്തൊരു റോഡുണ്ട്. ആ റോഡ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. അതായത് ഓവർ ഹീറ്റ് ആയിട്ടില്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് അത് റെഡ് ഹോട്ട് ആയിട്ട് മാറും. അത് എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്നത് റെഡ് ഹോട്ട് ആയിട്ടായിരിക്കും. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്ലഗ് ഹീറ്റായി ചൂടായിട്ട് അതിന് എനർജി എന്ത് ചെയ്യും, അതിന്റെ ഇന്നർ കമ്പഷൻ ചേംബറിൽ ട്രാൻസ്ഫർ ആവും. ഓക്കെ, ആ ട്രാൻസ്ഫർ എനർജി കാരണം എന്ത് സംഭവിക്കും, അകത്ത് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആവും, ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യും. ആ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഡീസൽ എഞ്ചിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ എനർജി കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലഗിന് പറഞ്ഞ പേരാണ് എന്ത്, ഗ്ലോ പ്ലഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു,
electrical component is used in diesel engines to preheat the combustion chamber for quick cold starting is glow plug. Okay, ഓപ്ഷനില് ബി ആണ് നമ്മുടെ ആൻസർ, ഗ്ലോ പ്ലഗ്. ഓപ്ഷൻ ബി നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് എയർ ക്ലീനർ യൂട്ടിലൈസസ് ആൻ ഓയിൽ റിസർവോയർ അറ്റ് ദ ബോട്ടം ടു ട്രാപ്പ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബിഫോർ എയർ റീച്ചസ് ദ ഫിൽട്ടർ എലമെന്റ്? ഓക്കെ, അതായത് നമ്മുടെ ഓയിൽ ഫിൽട്ടറിലേക്ക് എയർ എത്തുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ഓയിൽ എത്തുന്നതിന് മുമ്പ്, എയർ എത്തുന്നതിന് മുമ്പ് ഏത് രീതിയിലാണ് എയറിനെ ക്ലീൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അത് അപ്പം ഒന്നിൽ കൂടുതൽ തരം സ്റ്റേജസിലായിട്ട് ഫിൽട്ടർ ചെയ്യുന്ന ടൈമിൽ എയർ നമ്മുടെ ഫസ്റ്റ് ഫിൽട്ടർ എത്തുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ നമ്മുടെ ഫിൽട്ടർ എലമെന്റ് എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും രീതിയിൽ ഫിൽട്ടർ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ എയർ പ്യൂരിഫയർ അല്ലെങ്കിൽ ഓയിലിനകത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായിരിക്കും, ഇമ്പ്യൂരിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം നമ്മുടെ ഡയറക്റ്റ് ഫിൽട്ടർ എലമെന്റിലേക്ക് വരുവാനുള്ള പ്രശ്നം, പെട്ടെന്ന് നമ്മുടെ ഫിൽട്ടർ എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പല സ്റ്റേജിലായിട്ട് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനൽ ഫിൽട്ടർ എപ്പോഴായിരിക്കും ഇച്ചിരി സേഫ് ആയിട്ട് നിൽക്കും. അപ്പം അതിന് മുമ്പുള്ള ഏതെങ്കിലും ഏരിയയിൽ വെച്ചിട്ട് ഫിൽട്ടറൈസേഷൻ നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് മെത്തേഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓയിൽ ബാത്ത് ടൈപ്പ് ആണ്. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കുക, ഓയിൽ ബാത്ത് ടൈപ്പ് ഫിൽട്ടേഴ്സ് ഇല്ലെങ്കിൽ ആ ടൈപ്പിലൂടെ കടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെയിൻ ഫിൽട്ടർ എലമെന്റിലേക്ക് ഒബ്ജക്റ്റ് എത്തുന്നത്. ഓക്കെ, ഓയിൽ ബാത്ത് ടൈപ്പ് എന്താന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓയിൽ ബാത്ത് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഒരു സമ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. എന്താ സമ്പ്, ചെറിയൊരു കുഴി പോലത്തെ ഒരു ഏരിയ. ആ ഏരിയക്കകത്ത് എന്തുണ്ടായിരിക്കും, നമ്മുടെ എഞ്ചിൻ ഓയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആ ഏരിയ കൂടെ ആയിരിക്കും നമ്മുടെ എന്ത് കടത്തിവിടുന്നത്, എയർ ക്ലീനറിനെ, എയറിനെ കടത്തിവിടുന്നത്. ഓക്കെ, ആ എയറിനെ കടത്തിവിടുന്ന ടൈമിൽ ആ സമ്പിലൂടെ കയറി ഇറങ്ങുന്ന ടൈമിൽ എന്ത് സംഭവിക്കും, ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അതായത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എവിടെ ടച്ച് ചെയ്യും, നമ്മുടെ ഓയിലിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ഓയിലിൽ എന്തുണ്ട്, ഒരു സക്കിങ് അല്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന പ്രോപ്പർട്ടി ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഹൈ ഡെൻസിറ്റി ഉള്ള പാർട്ടിക്കിൾസ് അതിന്റെ മണ്ടയ്ക്ക് ഒട്ടിയിരിക്കും. എന്നിട്ട് ലോ പ്രൊഫൈലുള്ള പാർട്ടിക്കിൾസ് മാത്രമേ എവിടേക്ക് പോവുള്ളൂ, നമ്മുടെ ഫിൽട്ടർ എലമെന്റിലേക്ക് പോവുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും, എഞ്ചിൻ ഓയിലിന്റെ മണ്ടയ്ക്ക് ഒരു ചെറിയ ലെയർ ഓഫ് ഫിൽട്രേഷൻ നടക്കും. ഈ പെട്ടെന്നുണ്ടാവുന്ന സമ്പിലുണ്ടാകുന്ന ഹൈറ്റ് വേരിയേഷൻ കാരണമാണ് എന്ത്, ഈ പ്രോപ്പർട്ടി കറക്റ്റായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പം ഓയിൽ, അത് നമ്മുടെ ഓയിലിൽ വന്ന് വീഴുന്നതുകൊണ്ടാണ് അതിന് ഓയിൽ ബാത്ത് ടെക്നിക് കൊണ്ട് പേര് വന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി, ഓയിൽ ബാത്ത് ടൈപ്പ് ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വിച്ച് ടൈപ്പ് ഓഫ് എയർ ക്ലീനർ യൂട്ടിലൈസസ് ആൻ ഓയിൽ റിസർവോയർ അറ്റ് ദ ബോട്ടം ടു ട്രാപ്പ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബിഫോർ എയർ റീച്ചസ് ദ എയർ ഫിൽട്ടർ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഓയിൽ ബാത്ത് ടൈപ്പ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫ്യൂൽ സിസ്റ്റത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റിൽ താഴെ ചോദിക്കണം. അതേപോലെ നമ്മുടെ കോഴ്സ്, ബിഗ് ലേണിംഗിന്റെ കോഴ്സ് എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ നമ്മുടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കുന്നതാണ്. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുക കേട്ടോ. അതേപോലെ വീണ്ടും ഒന്നുകൂടെ പറയാം, നമ്മുടെ AMVA കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ക്ലാസ്സുകളായി. ആ ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്നറിയാം. ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ പോരാ, ഇതേപോലെ വരുന്ന റാപ്പിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിക്കുക. കറക്റ്റ് പാറ്റേണിലൂടെ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടിയ നമ്മുടെ ബിഗ് ലേണിംഗിലെ സ്റ്റുഡൻസിന്റെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. ഇവരെല്ലാവരും തന്നെ നമ്മുടെ തിയറി പോർഷൻസും ഒബ്ജക്റ്റീവ് പോർഷൻസും റാപ്പിഡ് പോർഷൻസും എല്ലാം ഒരേപോലെ കവർ ചെയ്ത സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഒരു ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ. അതെ, അപ്പൊ നമ്മൾ AMVA ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. AMVA നല്ലൊരു പോസ്റ്റ് മോഡാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കോമ്പറ്റീഷൻസ് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ഉണ്ടാവും.
അപ്പോൾ നല്ല കോമ്പറ്റീഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് വേണം, നല്ല രീതിയിൽ ഒരു പഠനത്തിനുള്ള പ്ലാനും കൂടെ വേണം. അതിന് നിങ്ങളെ ബിഗ് ലേണിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത് കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ നിങ്ങളെ മെന്റേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ബെനിഫിറ്റ് നേടിയ കുട്ടികളുടെ ലിസ്റ്റാണ് നമ്മൾ കാണുന്നത്. അതിൽ നമുക്ക് അഡ്വൈസ് വന്ന് ജോയിൻ ചെയ്തവരാണ് ഈ കാണുന്നവരൊക്കെ. ഓക്കെ, വേറെ എല്ലാവരും ഫസ്റ്റ് നമ്മുടെ ബിഗ് ലേണിംഗിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ മാത്രമായിരുന്നു. അവരവരുടെ കരിയർ സീരിയസ് ആയിട്ട് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, കുറച്ച് കൂടുതൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതാണ് ഈ പോസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ഒരുപോലെ തന്നെയാണ് അല്ലേ. നമ്മൾ എത്രത്തോളം സീരിയസ് ആവുന്നു അതിന്റെ ബേസിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ AMV പോസ്റ്റിലേക്ക് വേണ്ടി കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇനിയും ടോപ്പിക്കുകൾ ഉണ്ടാവും, ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ ക്ലാസ്സും മിസ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഓക്കെ, താങ്ക് യു.